നേരത്തെ നമ്മൾ ഇടുക്കി കൂട്ടാറിലെ ആ പോലീസ് ഇറങ്ങി പ്രകോപനമില്ലാതെ അടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അതിൽ മർദ്ദനമേറ്റ മുരളീധരൻ ചേട്ടൻ നമുക്ക് അപ്പോൾ വിളിച്ച് ഫോണിൽ കിട്ടിയില്ലായിരുന്നു, ഇപ്പോഴാണ് കിട്ടിയത്. ചേട്ടാ നമസ്കാരം. ഈ പറയുന്ന പോലീസുകാരൻ അടിച്ചതിൽ എന്തെങ്കിലും കാര്യമായ പ്രശ്നം ചെവിക്കുണ്ടോ? നമുക്ക് 31-ാം തീയതി വൈകിട്ടാണ് 11 മണിക്കാണ് സംഭവം നടക്കുന്നത്. ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ആണ്, ഒരു പ്രകോപനം ഇല്ലാതാണ് അവിടെ വന്ന് അങ്ങനെ ആ പരിപാടി കാണിച്ചത്. എൻ്റെ ചേട്ടാ എന്നെ അടിയായിരുന്നു, ഒരൊറ്റ അടിക്ക് ചേട്ടൻ താഴെ വീണു. അപ്പോൾ അതിലെന്താ ആരോഗ്യ പ്രശ്നം എന്താ ഉള്ളേ? ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വീണ് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വരുമ്പോഴത്തേനും സ്വാഭാവികമായി നമുക്കൊരു ഇതുണ്ടല്ലോ, അങ്ങനെ ആയിപ്പോയി. ചേട്ടന്റെ കടയാ? ചേട്ടന്റെ കടയ്ക്ക് മുന്നേ നിൽക്കുമായിരുന്നു അല്ലേ? എന്റെ കടയല്ല, ഞാൻ ഇവിടെ സാധനം വാങ്ങാനായിട്ട് ചെന്നായിരുന്നു. അവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവിടെ കൂട്ടുകാരുള്ളവർ കുറച്ച് പേര് പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പം പടക്കം പൊട്ടിക്കുന്നവർക്ക് പടക്കം പൊട്ടിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഒരു മാരകമായ അപരാധമൊന്നുമല്ല നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം. അതും വീടിപ്പടക്കമായിരുന്നു. വേറെ മാരകമായ വലിയ പടക്കമോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. വീടിപ്പടക്കം 200 രൂപ വീടിപ്പടക്കം മേടിച്ചു കൊടുത്തു, അവർ പൊട്ടിക്കുമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ വന്ന് പറഞ്ഞത്. ഇയാൾ ഇറങ്ങി ആൾക്കാരെ തള്ളി മാറ്റി, ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടന്റെ നേരെ പാഞ്ഞു വന്ന് അടിക്കാനുള്ള പ്രകോപനം എന്താ? ചേട്ടൻ വല്ലതും പറഞ്ഞോ പോലീസിനോട്? ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാൻ കാര്യം കൂട്ടാറ് ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ തൊഴിലാളിയാണ്. ഞാൻ 13 വർഷമായി ഓട്ടോ ഫീൽഡിലാണ്. അതിനു മുമ്പ് കൂട്ടാറുമായി തന്നെ ബന്ധപ്പെട്ട് തന്നെ നമ്മൾ നിൽക്കുന്നതാണ്. ജനിച്ച് നാൾ മുതലേ കൂട്ടാറുമായിട്ടുള്ള ബന്ധമാണ്. ഇതുവരെ ഇത്രയും വർഷമായിട്ട് ഇങ്ങനൊരു പ്രകോപനം ഒന്നും മാറ്റാൻ പാടുന്നില്ല. ന്യൂഇയറിന്റെ തലേദിവസമൊക്കെ നല്ലവരായ പോലീസുകാരെ ഒക്കെ നമ്മുടെ കൂടെ തന്നെ അവർ നോക്കി നിൽക്കുക, നമ്മൾ പടക്കം പൊട്ടിക്കൊക്കെ ഇതിനു മുൻ വർഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ അലമ്പോ അലോഗ്യം ഉണ്ടാകുന്ന ഒരു പ്രദേശമല്ല. നല്ല സാധാരണപ്പെട്ട എല്ലാവരും ജാതിമത ഭേദമന്യേ എല്ലാവരും സഹകരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇതാണല്ലോ ഇതിപ്പോ ഇത് പുറത്തു പറയാൻ വൈകി എന്താ? പേടിച്ചിട്ടാണോ? പേടിച്ചൊരു ഓട്ടോ തൊഴിലാളിയല്ലേ, അതും ഉണ്ട്. പിന്നെ വീട്ടിലുമൊക്കെ നമുക്കൊരു ഇതല്ലേ, വീട്ടിലൊക്കെ ഞാൻ പറയുന്ന ഒരാഴ്ച കഴിഞ്ഞാണ് ഇതിങ്ങനെ സംഭവം. അപ്പം അതിൻ്റെ വിവരവും മനസ്സിലാക്കി CCTV ഒക്കെ അന്നേരം ഒന്ന് കാണാനിടയായി. അത് കഴിഞ്ഞപ്പോഴാണ് മകള് കേസുമായി മുന്നോട്ട് പോവാ, ഒന്നും പറയണ്ടെന്ന് എന്നോട് പറഞ്ഞു. മോളാണ് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞത്? മിടുക്കി. മോളാണ് ഇത് പോയി ഏർപ്പാട് ചെയ്ത് SP ഓഫീസിലാണ് ആദ്യം പരാതി കൊടുക്കുന്നത്. 16-ാം തീയതി കൊടുത്തു. 23-ാം തീയതി DYP ഓഫീസിൽ ഞങ്ങളെ വിളിപ്പിച്ചു. അവിടെ കൊണ്ടുവന്നു. അന്ന് വൈകിട്ട് തന്നെ അവർ അന്വേഷണത്തിന് 3-4 പേര് ഈ ക്യാമറ ഉള്ളിടത്തോട്ട് വന്നു. അതായത് ആ ബേക്കറി വന്നു. അവർ നോക്കിയിട്ട് അത് പെൻഡ്രൈവിലേക്ക് ആക്കാൻ കഴിഞ്ഞില്ല. എന്നോട് പറഞ്ഞു നാളെ തന്നെ പെൻഡ്രൈവിലേക്ക് ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ 9 മണി മുതൽ 1 മണി വരെയുള്ള ആ സമയത്ത് നടന്ന കാര്യങ്ങൾ മൊത്തം അതിൽ നിന്ന് എടുത്തുകൊണ്ട് DYP ഓഫീസിൽ 26-ാം തീയതി എത്തിക്കുകയുണ്ടായി. തിങ്കളാഴ്ച കൊടുത്തതിന്റെ രസീതും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ എന്നാ ചെയ്യുന്നത്? നമ്മളും ഒരു ഓട്ടോ തൊഴിലാളിയല്ലേ, അപ്പം സ്വാഭാവികമായും പഠനം പഠിച്ചു കഴിഞ്ഞു, വിവാഹം കഴിച്ചു കൊടുത്തു, കഴിച്ചു വിട്ടു. അതെ, അത്രേ ഉള്ളൂ. ചേട്ടാ അപ്പളേ അതിനിടയ്ക്കാന്നല്ലേ ഇനി ആൾക്കാരൊക്കെ കേസ് പിൻവലിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാം, പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചാലെന്നൊക്കെ പറയും. അത് വീഴരുത്, കട്ടക്ക് നീക്കണം. നമുക്കിപ്പോൾ അങ്ങനൊരു ഇതിലല്ലല്ലോ. നമുക്കിങ്ങനെ മാനസികമായിട്ട് വന്ന് പല്ലുപോയിൽ നമുക്ക് പുറത്തിറങ്ങാൻ അങ്ങനെ ഞാനൊരു പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് പോകുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പം സ്വാഭാവികം നമുക്കൊരു ഇതുണ്ടായിരുന്നു. എങ്കിലും ഇത് എന്നാ പറയുന്നേ, കട്ടക്ക് നീക്കാട്ടാ, ഒരു കുഴപ്പമില്ല. നമ്മൾ ഇവരൊക്കെ നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ആൾക്കാർ അല്ല, നമ്മുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന രീതി, ഹാനി ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറേണ്ട ആൾക്കാരല്ല. കട്ടക്ക് അങ്ങോട്ട് നിൽക്കുക കേട്ടോ, ഒരു പ്രശ്നമില്ല. നമ്മൾ നേരത്തെ CPM ജില്ലാ സെക്രട്ടറി വിളിച്ചത്. ജില്ലാ സെക്രട്ടറി പറഞ്ഞ ചേട്ടൻ എല്ലാവിധ പിന്തുണ നൽകുമെന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ കട്ടക്ക് നിൽക്കുക. അപ്പോൾ എന്തായാലും മുരളീധരൻ ചേട്ടൻ തൽക്കാലം പരാതി ഒന്നും കൊടുക്കണ്ട. കാര്യം ഒന്നാ പൊതുപ്രവർത്തനമാണ്. പല്ല് പോയി ചെറിയൊരു നാണക്കേട് പുള്ളി പറയാതിരുന്ന ഇത് നാണക്കേടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ന് വിചാരിച്ച് ഉണ്ടായതാണ്. മോളാണ് ആ കാര്യം പറഞ്ഞ് കേസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി കേസിലേക്ക് പോയത്. അപ്പോൾ മോൾക്ക് എന്താണ് കൺഗ്രാറ്റ്സ്. അപ്പോൾ കട്ടക്ക് നിൽക്കുക, നമ്മളൊക്കെ കൂടെ ഉണ്ട്.